നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നവർ ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്നത് പാർലമെന്റിൽ നടക്കാൻ പോകുന്ന ചർച്ചയായിരുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ട് നാളുകളേറെയായി എങ്കിലും പാർലമെന്റ് സമ്മേളനം തടസ്സം കൂടാതെ ഇതുവരെ ഒരു ദിവസം പോലും നടന്നു കണ്ടില്ല. പലതരത്തിലുള്ള വിവാദങ്ങളാണ്. പാർലമെന്റിനെ എങ്ങനെയും തടസ്സപ്പെടുത്തുക, അവിടെ ചർച്ച നടത്താതിരിക്കുക, അവിടെ നിന്നുള്ള ശബ്ദം പുറത്തേക്ക് വരാതിരിക്കുക, ഇതൊക്കെയാണ് പ്രതിപക്ഷം ശ്രദ്ധിക്കുന്നത്. അതിനുവേണ്ടി അവിടെ പരമാവധി ഒച്ചപ്പാടുണ്ടാക്കുക, പരമാവധി സഭ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള അജണ്ടയുമായിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയത്. ഇന്ന് അവരുടെ തന്നെ ആവശ്യപ്രകാരം ഓപ്പറേഷൻ സിന്ദൂർ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ചർച്ച ഇന്ന് ലോക്സഭയിൽ 12 മണിക്ക് നിശ്ചയിച്ചതുമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ, രാഹുൽ ഗാന്ധി എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ പഹൽഗാമിൽ നടന്ന ആക്രമണം നടത്തിയ ഭീകരർ എവിടെ പോയി? പഹൽഗാമിൽ ആക്രമണം നടത്തിയത് അവർ തന്നെയാണോ? അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം, കോൺഗ്രസിൻ്റെ നേതാവ് പി ചിദംബരം ഒരു മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം വളരെ കടന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. അതായത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വന്നതാണോ, അതോ ഈ ഇന്ത്യക്കകത്തുള്ള ഭീകരന്മാരാണോ എന്ന ചോദ്യമാണ് ചോദിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നേ, പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം, അതാണല്ലോ 2 സർജിക്കൽ സ്ട്രൈക്കുകൾ അല്ലെങ്കിൽ 2 സൈനിക നടപടികൾക്ക് തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ധാരാളം ഭീകരാക്രമണങ്ങൾ കാശ്മീരിനുള്ളിൽ നടന്നിട്ടുണ്ട്. ആ ഭീകരാക്രമണങ്ങളിൽ അനവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനിക നടപടിക്ക് പോയില്ല. തീർച്ചയായും ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലും പാകിസ്ഥാൻ്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു, പാകിസ്ഥാൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും പാകിസ്ഥാനെതിരെ അന്ന് പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് മുന്നറിയിപ്പൊക്കെ നൽകിയെങ്കിലും ഒരു തരത്തിലും നേരിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഇന്ത്യ പോയിരുന്നില്ല. പക്ഷെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പൊടുന്നനെ ഇന്ത്യ സൂചന നൽകി, ഞങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശിക്ഷ നൽകിയിരിക്കുമെന്ന്. പാകിസ്ഥാനിലേക്ക് ഒരു കടന്നുകയറ്റവും തിരിച്ചടിയും ഉണ്ടാകുമെന്ന് നമ്മൾ അന്ന് തന്നെ പ്രതീക്ഷിച്ചതാണ്. അതിൻ്റെ കാരണം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയതിന് പിന്നിൽ തീർച്ചയായും പാകിസ്ഥാൻ ISIക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് പ്രാഥമികമായ തെളിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ സൈനികാക്രമണം നടത്തിയത്. വെറുതെ ഊഹാഭോഗങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ പാകിസ്ഥാൻ ആയിരിക്കാം ഇത് ചെയ്തത് എന്നൊരു ധാരണയിലൊന്നും ഒരു സൈനിക നടപടിയും ഒരു രാജ്യത്തിനെതിരെയും എടുക്കാനാവില്ല. പക്ഷേ ഈ നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവ്, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവ്, സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം ഈ വിഷയത്തിൽ നിൽക്കേണ്ട രാഷ്ട്രീയ നേതാവ്, അതിലേറെ രസകരം മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രാഷ്ട്രീയ നേതാവ്, കശ്മീരിലെ സാഹചര്യങ്ങളെക്കുറിച്ചും കശ്മീരിലെ ഭീകരവാദത്തെക്കുറിച്ചും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ അജ്ഞതയൊന്നുമല്ല, അത് രാഷ്ട്രീയം തന്നെയായിരുന്നു. ജനങ്ങൾക്കിടയിൽ, സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചില സംശയങ്ങൾ ജനിപ്പിക്കുക എന്നതാണ് ഇത്തരം പ്രസ്താവനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ കാരണം BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാകരുത്, അതാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. തീർച്ചയായും BJP എന്നല്ല, ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നാൽ അങ്ങനെയൊരു നട്ടലുള്ള നടപടി സ്വീകരിച്ചതിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ നേട്ടങ്ങളൊക്കെ ഉണ്ടായി എന്നിരിക്കും. അതിനെ തടയാൻ ആർക്കും പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യണമെന്ന് ഇത്രയും ദിവസമായി, ഓപ്പറേഷൻ സിന്ദൂർ നടന്ന് ധാരാളം ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസങ്ങളിലെല്ലാം ഒരു ദിവസം പോലും ഒഴിയാതെ കോൺഗ്രസ് നേതാക്കൾ, രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. പാകിസ്ഥാൻ മേൽ സ്വീകരിച്ച സൈനിക നടപടികളെക്കുറിച്ച് വള്ളി പുള്ളി വിടാതെ പാർലമെന്റിൽ വിശദീകരിക്കണം, അത് പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആവശ്യമായിരുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായിരുന്നു. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് സർക്കാർ ചർച്ചയ്ക്ക് വന്നത്. പക്ഷേ 12 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ചെയ്തത് എന്താണ്? എണീറ്റ് നിന്ന് ബീഹാറിലെ SIRനെ കുറിച്ച് ചർച്ച വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. SIR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ്.
എന്തിനെയാണ് റിവിഷൻ ചെയ്യുന്നത് നമുക്കറിയാം. വോട്ടർ പട്ടികയാണ്. വോട്ടർ പട്ടികയിലേക്ക് അനധികൃത കുടിയേറ്റക്കാർ കടന്നു വന്നിട്ടുണ്ടോ, ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. അങ്ങനെ പരിശോധിച്ചതിലൂടെ ഏതാണ്ട് 1/2 കോടിയോളം ആളുകൾ ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നു. ഇത് ആളുകളെ ബോധപൂർവം പുറത്താക്കിയതാണ് എന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർലമെന്റ് തടസ്സപ്പെടുത്താൻ നിൽക്കുന്നത്. ഈ SIR-ന്മേൽ ചർച്ച വേണം എന്നാണ് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യേണ്ട ഈ ദിവസം കോൺഗ്രസിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ വേണമെന്നായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അനുവദിച്ചപ്പോൾ അത് വേണ്ട, ഈ SIR ചർച്ച ചെയ്താൽ മതി എന്നായി. മാത്രമല്ല, ഈ ഛത്തീസ്ഗഡിലെങ്ങാണ്ടോ 2 കന്യാസ്ത്രീകൾ, കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റിലായിട്ടുണ്ട്. ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ആണെന്ന് പറഞ്ഞ് കുറേ അംഗങ്ങൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയായിരുന്നു. സത്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ച തടസ്സപ്പെടുത്തണമെന്ന അജണ്ട പ്രതിപക്ഷത്തിനുണ്ട് എന്ന് വ്യക്തമായി ഇന്ന് രാജ്യത്തിന് ബോധ്യമായ ദിവസമായിരുന്നു. രാവിലെ സഭ ചേരുന്നു, ഉടൻ തന്നെ ബഹളം ആരംഭിക്കുന്നു. 10 മണിവരെ സഭ നിർത്തിവെക്കുന്നു, വീണ്ടും ചേരുന്നു, വീണ്ടും ബഹളം ആരംഭിക്കുന്നു. 12 മണിവരെ നിർത്തിവെക്കുന്നു, വീണ്ടും ബഹളം ആരംഭിക്കുന്നു. 2 മണിവരെ നിർത്തിവെക്കുന്നു, വീണ്ടും ബഹളം ആരംഭിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊരു അജണ്ട, അങ്ങനെയൊരു ഉദ്ദേശം പ്രതിപക്ഷത്തിനുണ്ട് എന്ന് ഭരണപക്ഷം പറഞ്ഞാൽ തീർച്ചയായും ജനങ്ങളത് വിശ്വസിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടാകുന്നത്. എന്തായാലും നമുക്കറിയാം, രാഹുൽ ഗാന്ധി ശശി തരൂരിനെ കൊണ്ട് ഒന്നും മിണ്ടിക്കില്ല. എന്തായാലും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ആദ്യം ചില മണ്ടത്തരങ്ങളൊക്കെ പറയുക. അതിന് 16 മണിക്കൂർ നീളുന്ന ചർച്ചയാണ്. ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രി മറുപടി പറഞ്ഞെന്നിരിക്കും. ആ മറുപടി താങ്ങാനുള്ള കരുത്ത് ഇന്നത്തെ പ്രതിപക്ഷത്തിന് ഇല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ചർച്ച കഴിയുമ്പോഴും സ്കോർ ചെയ്യുന്നത് BJP തന്നെയായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും. ഇതറിയാവുന്ന പ്രതിപക്ഷമാണ് ഇപ്പോൾ തുടക്കം മുതൽ, രാവിലത്തെ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ പാർലമെന്റ് തടസ്സപ്പെടുത്താനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.